നമസ്കാരം. ഇന്നത്തെ വിഷയം ഭീകരതയ്ക്ക് മതമുണ്ടോ എന്നുള്ളതാണ്. ഭീകരതയ്ക്ക് മതമുണ്ടോ? ഭീകരതയ്ക്ക് മതമുണ്ട്. അവർ മുറുകെ പിടിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാമിക ഗ്രന്ഥമായ ഖുർആൻ ആണെന്നുള്ളതിൽ ആർക്കും ഒരു സംശയമില്ല. ഖുർആനിൽ എഴുതി വച്ചിരിക്കുന്നതിന് അപ്പുറമോ ഇപ്പുറമോ അവർ ചെയ്യുന്നുമില്ല. അത് അതേപടി അവർ വിശ്വസിക്കുന്നു, അതേപടി നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നു. കാരണം അവർ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അത് മാത്രമാണ് സത്യം എന്ന് അവർ വിശ്വസിക്കുന്നു. അവരുടെ ശരി അതാണ്, അവരുടെ നീതി അതാണ്. അവർ 1600 വർഷങ്ങൾക്ക് പിന്നിലാണ്. മിതവാദികളായ ഇസ്ലാം വിശ്വാസികൾ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരിലും ഈ ചിന്ത ധാരാളമുണ്ട്. അവർ നിശബ്ദമായി ഇതിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് അവരുടെ കുറ്റകരമായ നിശബ്ദതയിൽ നിന്നുമാണ്. അതിനാൽ അവരെയും മറ്റൊരു തട്ടിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവരും ഒരു പക്ഷേ ആന്തരികമായി ഇസ്ലാമിക ഭീകരവാദത്തെ മാനസികമായി അനുകൂലിക്കുന്നു. ഭീകരവാദത്തിന് മതം ഇല്ലെന്ന് പറഞ്ഞ് ചില അധമ മാധ്യമങ്ങളും ചില ഇസ്ലാമിസ്റ്റുകളും ചില ഇസ്ലാമിക പ്രീണനക്കാരും ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാം മതത്തിൻ്റെ പേരിൽ ആ മതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭീകരവാദം ആ മതത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ്. ഇസ്ലാമിസ്റ്റുകൾ മതം ചോദിച്ചും മുണ്ടുപൊക്കിയും വെടിവെച്ചത് ഒരു ഹിന്ദുവിൻ്റെ നെഞ്ചിലേക്കാണെങ്കിലും അത് ശരിക്കും കൊണ്ടത് അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളായ തദ്ദേശവാസികളുടെ നെഞ്ചത്താണ്. ഇനി കാശ്മീരിൽ അടുത്തിടെ എങ്ങാനും ആൾക്കാർ പോകുമോ? നിർഭയം പോകുമോ? ഞാൻ പോകില്ല. ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോൾ ഒരു അന്യമതസ്ഥന് ഭയം തോന്നുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? അത് ആ മതത്തിൻ്റെ തന്നെ കുറ്റമാണ്, ആ മതത്തിൻ്റെ പ്രമാണങ്ങളുടെ തന്നെ കുറ്റമാണ്. ജിഹാദികൾക്ക് അവരുടെ മതത്തിലുള്ളവരോട് പോലും സ്നേഹമില്ല, കൂറില്ല, ആത്മാർത്ഥതയില്ല. അവർ മാത്രമുള്ളിടത്ത് നടത്തുന്ന അരുംകൊലകളെല്ലാം അവരുടെ തന്നെ മതത്തിലുള്ളവരെ തന്നെയാണ്. യഥാർത്ഥത്തിൽ അവർ മറ്റുള്ളവരെ കൊന്നതിനേക്കാൾ കൂടുതൽ അവരുടെ സ്വന്തം മതത്തിലുള്ളവരെയാണ് കൂടുതൽ കൊന്നിട്ടുള്ളത്. അവർക്ക് കൂറ് പണ്ടെന്നോ എഴുതി വെച്ച കാലഹരണപ്പെട്ട നീതിക്ക് നിരക്കാത്ത പ്രമാണങ്ങളിലാണ്. അവിടെ സ്നേഹമില്ല, മനുഷ്യത്വമില്ല. ഇസ്ലാം ജനത ഇത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാൽ അവർക്കും മറ്റുള്ളവർക്കും ഈ ലോകത്തിൽ സമാധാനപരമായി ജീവിക്കാം. ഇസ്ലാമിസ്റ്റുകൾ വേറൊരു കൂട്ടരല്ല. അവർ ഈ പ്രമാണങ്ങളൊക്കെ ശരിയാണെന്ന് ധരിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ മാറേണ്ടത് ഇസ്ലാം മത പ്രമാണങ്ങൾ തന്നെയാണ്. അത് മാറിയാൽ ലോകത്തിൽ സമാധാനമുണ്ടാകും. ഭാരത് മാതാ കി ജയ്.